ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാസറേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം മാസറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? മാസറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ സെല്ലിനെ എന്ത് ചെയ്യിക്കുകയാണ്? സെപ്പറേറ്റ് ചെയ്യിക്കുകയാണ്. അതായത് പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ മെറ്റീരിയലിലുള്ള സെല്ലുകളെ സെപ്പറേറ്റ് ചെയ്യിക്കുകയാണ് എന്ത് മാസറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യിക്കുന്നത്? നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂവിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ സെല്ലുകളെ ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് അല്ലെങ്കിൽ ആ ടിഷ്യൂസിനെ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് മാസറേഷനിൽ. അപ്പോൾ മാസറേഷൻ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ടിഷ്യൂ ആയിട്ട് നോക്കുമ്പോൾ ടിഷ്യൂവിനേക്കാൾ ഉപരിയായിട്ട് ഓരോ സെല്ലിനെ കുറിച്ചും ആ സെല്ലിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ടിഷ്യൂ ആണ് എന്ത് സൈലം ടിഷ്യൂവിൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണ്. അതിൽ ഒരൊറ്റ ടൈപ്പ് സെല്ലല്ല ഉള്ളത്, പല തരത്തിലുള്ള സെല്ലുണ്ട്. സൈലം പാരങ്കൈമ ഉണ്ട്, സൈലം ട്രക്കീഡ് ഉണ്ട്, വെസലുണ്ട്. അപ്പോൾ എന്താണ് സൈലം ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? മാസറേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാസറേഷന് നമ്മൾ പല ടെക്നിക്സും പല റിയേജൻസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ റിയേജൻറ്റും ടെക്നിക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിയേജൻറ്റും ടെക്നിക്കും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മിഡിൽ ലാമെല്ലയുടെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് റിയേജൻറ്റ് ഉപയോഗിക്കണം, ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു ഹെർബേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് പെക്റ്റിക് സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടറിൽ ബോയിൽ ചെയ്യുക. ഓക്കെ, അതായത് നമ്മളിപ്പം സാധാരണ ഒരു സ്റ്റെം, അതായത് ലിഗ്നിഫൈ ഒന്നും ചെയ്യാത്ത ഒരു സ്റ്റെം എടുത്തിട്ട് അതിൻ്റെ സെക്ഷനിൽ അതിൻ്റെ സെല്ലുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ടൊന്ന് ബോയിൽ ചെയ്യും. അതാണ് ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വുഡി ആയിട്ടുള്ള ടിഷ്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിട്ട് ലിഗ്നിൻ കണ്ടൻറ്റ് ഉള്ളതായിരിക്കും. അപ്പോൾ അത് ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ എന്തൊക്കെയായിട്ട് ട്രീറ്റ് ചെയ്യണം? ആസിഡ്, ആൽക്കലി, എൻസൈംസ് ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ മാസറേഷൻ എന്ന് പറയുന്നത് ജനറലായിട്ട് നമ്മൾ അവിടെ ആസിഡ് ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ എൻസൈം ഹൈഡ്രോളിസിസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇനി ആസിഡ് ഹൈഡ്രോളൈസിൽ നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാന്റ് സെല്ല് അല്ലെങ്കിൽ ആനിമൽ സെല്ലിനെ ഒരു 10% ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇമ്മേഴ്സ് ചെയ്യും. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വയ്ക്കും. 10% കോൺസെൻട്രേഷനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ഹീറ്റ് ചെയ്യും. അത് ഫ്യൂംസ് വരുന്നത് വരെ ഹീറ്റ് ചെയ്യും. ഫ്യൂംസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ആ ഹീറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? തണുപ്പിക്കാനായിട്ട് വെക്കും. തണുപ്പിക്കാനായി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ HCl പുറത്തേക്ക് എടുക്കും. HCl പുറത്തേക്ക് ഒരു 2-3 തവണ നന്നായിട്ട് വാഷ് ചെയ്യും. കാരണം ഈ ആസിഡിൻ്റെ അളവ്, അതായത് ചെറിയ രീതിയിൽ ആസിഡിൻ്റെ കണ്ടൻറ്റ് അതിലുണ്ടാവില്ലേ, അത് ആസിഡിൻ്റെ ട്രേസസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 തവണ അത് നന്നായിട്ടൊന്ന് കഴുകും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ആസിഡ് ട്രീറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മൈക്രോ സ്ലൈഡിൽ, അതായത് ഡ്രൈ ആയിട്ടുള്ള ഒരു മൈക്രോ സ്ലൈഡിൽ വെക്കും. എന്നിട്ട് ഗ്ലാസ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്തിട്ട് അതിനെ ജസ്റ്റ് എന്ത് ചെയ്യും? പ്രസ് ചെയ്യും. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് സ്പ്രെഡാകും. നല്ല യൂണിഫോമായിട്ട് സ്പ്രെഡാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനിയിപ്പം നമുക്കിത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സ്ലൈഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാസറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെയിൻ ചെയ്യണം, അതുപോലെ ഡീഹൈഡ്രേറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മൾ പെർമനൻറ്റ് സ്ലൈഡ് ആക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മാസറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ സെല്ലുകളുടെ ഇടയിലുള്ള, ആ ടിഷ്യൂസിൻ്റെ ഇടയിലുള്ള മിഡിൽ ലാമെല്ലനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സെല്ലുകളെ വ്യത്യസ്തമായി ഇൻഡിവിജ്വൽ സെൽസായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസറേറ്റ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ മാസറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിഷ്യൂസിനെ സെപ്പറേറ്റ് ചെയ്യിക്കുകയാണ് ഇൻഡിവിജ്വൽ സെൽസായിട്ട്. അതിൻ്റെ ഇടയിലുള്ള മിഡിൽ ലാമെല്ല, ആ സെല്ലുകളെ ഒരുമിച്ച് നിർത്തുന്ന മിഡിൽ ലാമെല്ലിനെ ഡിസോൾവ് ചെയ്തുകൊണ്ട് ടിഷ്യൂസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മാസറേഷൻ എന്ന് പറയുക. ഇതിനായിട്ട് നമ്മൾ സ്റ്റെമ്മ്, റൂട്ട്, പീറ്റിയോൾ, ബാർക്ക് അതിൻ്റെയൊക്കെ സെക്ഷൻ എന്ത് ചെയ്യും, സർട്ടൺ കെമിക്കൽസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരു പാർട്ടിന് നമ്മൾ കെമിക്കൽസ് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മിഡിൽ ലാമെല്ലിനെ ഡിസോൾവ് ചെയ്യിക്കും. ഈ മാസറേഷൻ എന്ന് പറയുന്നത് പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് എന്ത്, ജെഫ്രീസ് മെത്തേഡ്. ജെഫ്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മെറ്റീരിയലിനെ ആദ്യം ഒന്ന് കട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. എന്നിട്ട് അതിനെ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യും. വെള്ളത്തിലൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അത് കൂളാക്കിയതിന് ശേഷം ഈ ഒരു മെറ്റീരിയലിനെ എന്ത് ചെയ്യും, നമ്മൾ ഒരു 10% ആയിട്ടുള്ള അക്വസ് നൈട്രിക് ആസിഡ് ആൻഡ് അക്വസ് ക്രോമിക് ആസിഡ് മിക്സ്ചറിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. അക്വസ് നൈട്രിക് ആസിഡിൻ്റെയും അക്വസ് ക്രോമിക് ആസിഡിൻ്റെയും 10% സൊല്യൂഷനിൽ എന്ത് ചെയ്യും, 10% മിക്സ്ചറിൽ എന്ത് ചെയ്യും, ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം വാട്ടറിൽ ബോയിൽ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, നമ്മൾ 10% അക്വസ് നൈട്രിക് ആസിഡ് ആൻഡ് അക്വസ് ക്രോമിക് ആസിഡിൽ ഹീറ്റ് ചെയ്തു. ഹീറ്റിംഗ് എന്ന് പറയുന്നത് വുഡി പീസസിന് എന്താണ് എക്സ്പെഷ്യലി ചെയ്യേണ്ട കാര്യമാണ്, നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഇനി ഹീറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് ഈ സെൽസിനെ എന്ത് ചെയ്യും, സെപ്പറേറ്റഡ് ആക്കി മാറ്റും. ഓക്കെ, പിന്നെ ഒരു 24 hours ഉള്ളിൽ എന്ത് ചെയ്യും, ഈ സെല്ലുകളൊക്കെ സെപ്പറേറ്റഡ് ആവും. എന്നിട്ട് നമ്മൾ ഈ വാട്ടർ യൂസ് ചെയ്തിട്ട് ഈ മെറ്റീരിയൽ നന്നായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കഴുകും. ആസിഡും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഈ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗ് ചെയ്യും. പിന്നെ ഈ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യും, സെഫ്രാനിൻ പോലുള്ള സ്റ്റെയിൻസ് യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഗ്രോ ബ്യൂട്ടോള് യൂസ് ചെയ്യും. അതുപോലെ മൗണ്ട് ചെയ്യുക, നമ്മൾ ബാൾസത്തിലാണ് മൗണ്ട് ചെയ്യുക. ഈ ഹൈഗ്രോ ബ്യൂട്ടോളിൽ ഡൈലൂട്ട് ചെയ്തിട്ടുള്ള ബാൾസത്തിൽ എന്ത് ചെയ്യും, നമ്മൾ മൗണ്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ബാൾസത്തിനെ കോൺസെൻട്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം, ഈ ഹൈഗ്രോ ബ്യൂട്ടോളിനെ ഇവോപ്പറേറ്റ് ചെയ്യിക്കും. അത് മൗണ്ടിങ്ങിൻ്റെ കൺസിസ്റ്റൻസിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ത്, ഈ ഹൈഗ്രോ ബ്യൂട്ടോൾ ഇവോപ്പറേറ്റ് ചെയ്യിക്കുക എന്നുള്ളത്. അതാണ് ആദ്യത്തെ മെത്തേഡ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞത്, ആദ്യം നമ്മൾ മെറ്റീരിയൽ എടുത്തു, കട്ട് ചെയ്തു, അതിനെ ബോയിൽ ചെയ്തു, എന്നിട്ട് നമ്മൾ 10% ക്രോമിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അക്വസ് നൈട്രിക് ആസിഡ്, അക്വസ് ക്രോമിക് ആസിഡ് മിക്സറിൽ ഹീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ സെൽസിനെ സെപ്പറേറ്റ് ചെയ്തു. ഒരു 24 hours കൊണ്ട് സെപ്പറേറ്റഡ് ആയി. പിന്നെ നമ്മൾ സെൻട്രിഫ്യൂഗ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഈ പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ സെൽസിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, വാട്ടർ യൂസ് ചെയ്തിട്ട് ആസിഡിൻ്റെ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സെഫ്രാൻ യൂസ് ചെയ്ത് സ്റ്റെയിൻ ചെയ്യും, ഹൈഗ്രോ ബ്യൂട്ടോൾ യൂസ് ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെ ബാൾസത്തിൽ നമ്മൾ മൗണ്ട് ചെയ്യും. ബൗണ്ട് ചെയ്തിട്ട് ഹൈഗ്രോ ബ്യൂട്ടോളിനെ ഇവോപ്പറേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ജെഫ്രി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഹെറോൾഡ്സ് മെത്തേഡാണ് പറയുന്നത്. ഹെറോൾഡ്സ് മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മെറ്റീരിയലിനെ ക്ലോറിൻ വാട്ടറിൽ ട്രീറ്റ് ചെയ്യും. ഒരു നിശ്ചിത സമയത്ത് എത്ര സമയമാണോ ആവശ്യമുള്ളത് അത്ര സമയത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഇതിനെ സോഡിയം സൾഫേറ്റ് സൊല്യൂഷനിൽ ബോയിൽ ചെയ്യും. ഒരു അരമണിക്കൂർ സോഡിയം സൾഫേറ്റ് സൊല്യൂഷനിൽ ബോയിൽ ചെയ്യും. അതിന് ശേഷം നമ്മളത് റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വാഷ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഗ്രോ ബ്യൂട്ടോളും മൗണ്ട് ചെയ്യാൻ കാനഡ ബാൾസും യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഹൈഗ്രോ ബ്യൂട്ടോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്താണ്, ഷൂൾസ് മെത്തേഡാണ്. ഷൂൾസ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു സിംപ്ലസ്റ്റ് പ്രോസസ്സാണ് ഷൂൾസ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ
മെറ്റീരിയലിന് പീസസ് ആക്കി കട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നൈട്രിക് ആസിഡിൽ ബോയിൽ ചെയ്യും. അതിൽ കുറച്ച് എന്തുണ്ടാവും, പൊട്ടാസ്യം ക്ലോറേറ്റ് ക്രിസ്റ്റൽസും കൂടി അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഫ്യൂംസ് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊട്ടാസ്യം ക്ലോറേറ്റും കൂടി ആഡ് ചെയ്യും. അപ്പോൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ കുറച്ച് പൊട്ടാസ്യം ക്ലോറേറ്റും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയലിനെ ബോയിൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ മെറ്റീരിയൽ സോഫ്റ്റും ബ്ലീച്ചായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡീഹൈഡ്രേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഹൈഗ്രോബ്യൂട്ടോൾ ബ്ലാസം വെച്ചിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മൗണ്ട് ചെയ്യും. എന്നിട്ട് ഹൈഗ്രോബ്യൂട്ടോൾ എന്ത് ചെയ്യും, ഇവാപ്രേറ്റ് ചെയ്യും. ആ ഒരു മൗണ്ടിങ്ങിൻ്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഹൈഗ്രോബ്യൂട്ടോളിനെ ഇവാപ്രേറ്റ് ചെയ്ത് കളയും. ഇത്രയാണ് മാസറേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. മാസറേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.